എല്ലാവർക്കും ഡയറക്റ്റ് ഹോം പി എസ് സിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ തലമുറകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ 1-ാം തലമുറ മുതൽ 5-ാം തലമുറ കമ്പ്യൂട്ടറുകൾ വരെയുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ആദ്യമായിട്ടുള്ളൊരു ഫാക്റ്റ്, വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ ആസ്പദമാക്കിയിട്ട് കമ്പ്യൂട്ടർ പരിണാമത്തിൽ വിവിധ തലമുറകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 1-ാം തലമുറ കമ്പ്യൂട്ടറുകൾ, 2-ാം തലമുറ കമ്പ്യൂട്ടറുകൾ, 3-ാം തലമുറ, 4-ാം തലമുറ, 5-ാം തലമുറ എന്നിങ്ങനെ. അപ്പോൾ എന്താണ്, നമ്മുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ ആസ്പദമാക്കിയിട്ട് കമ്പ്യൂട്ടർ പരിണാമത്തിൽ വിവിധ തലമുറയിലുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളീ പറഞ്ഞ പോലെ 1-ാം തലമുറ മുതൽ 5-ാം തലമുറ കമ്പ്യൂട്ടറുകൾ വരെ. അപ്പോൾ ഇതിൽ ഈ 1-ാം തലമുറ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1940 മുതൽ 1956 വരെയാണ്, 1956 വരെ. അപ്പോൾ 1-ാം തലമുറ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1940 മുതൽ 1956 വരെയാണ്. ഇനി 2-ാം തലമുറ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടം 1956 മുതൽ 1963 വരെയാണ്. അപ്പോൾ 2-ാം തലമുറ കമ്പ്യൂട്ടറുകളുടെ കാലഘട്ടം ചോദിച്ചു കഴിഞ്ഞാൽ 1956 മുതൽ 1963 വരെയാണ്. ഇനി 3-ാം തലമുറ കമ്പ്യൂട്ടറുകളാണ്. അവരുടെ ഒരു ഡ്യൂറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 1964 മുതൽ 1971 വരെയാണ്. അപ്പോൾ 1964 മുതൽ 1971 വരെയാണ് 3-ാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് 4-ാം തലമുറ കമ്പ്യൂട്ടറുകൾ 1971 മുതൽ ഇന്നത്തെ കാലഘട്ടം വരെ അറിയപ്പെടുന്ന കമ്പ്യൂട്ടറുകളാണ് 4-ാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ലേറ്റസ്റ്റാണ് നമ്മുടെ 5-ാം തലമുറ കമ്പ്യൂട്ടറുകൾ. അപ്പോൾ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നതുമായ കമ്പ്യൂട്ടറുകൾ നമുക്ക് 5-ാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു 1-ാം തലമുറ മുതൽ 5-ാം തലമുറ കമ്പ്യൂട്ടറുകളെ കുറിച്ച് പറയാനുള്ള, ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയാനുള്ള ഫാക്റ്റ്. ഇനി നമുക്ക് 1-ാം തലമുറ കമ്പ്യൂട്ടറുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഓൾറെഡി നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻ പഠിച്ചു കഴിഞ്ഞു. 1940 മുതൽ 1956 വരെയാണ് ഇത്തരം കമ്പ്യൂട്ടറുകളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി പഠിക്കാനുള്ളത് 1-ാം തലമുറ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബുകളാണ്. അപ്പോൾ നമ്മുടെ 1-ാം തലമുറ കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ്. നെക്സ്റ്റ്, ഒരു അടച്ച ട്യൂബിലെ ശൂന്യതയിലൂടെ വൈദ്യുതിയെ നിയന്ത്രിക്കുന്ന ഉപകരണമാണ് വാക്വം ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ വാക്വം ട്യൂബ് എന്താണെന്നുണ്ടെങ്കിൽ ഒരു അടച്ച ട്യൂബിലെ ശൂന്യതയിലൂടെ വൈദ്യുതിയെ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണത്തെ പറയുന്ന പേരാണ് വാക്വം ട്യൂബ് എന്ന്. അപ്പോൾ ഇത്തരം വാക്വം ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ 1-ാം തലമുറ കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചിരുന്നത്. നെക്സ്റ്റ്, സിലിണ്ടർ ആകൃതിയിലുള്ള ട്യൂബ് സുതാര്യമായ ഗ്ലാസ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ട്യൂബ് സുതാര്യമായ ഗ്ലാസ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് എന്നൊരു ഫാക്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ്, വാക്വം ട്യൂബ് കണ്ടുപിടിച്ചത് ജോൺ എ ഫ്ലെമിംഗ് ആണ്. അപ്പോൾ വാക്വം ട്യൂബ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ജോൺ എ ഫ്ലെമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 1-ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1-ാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയ്ക്ക് പറയുന്നതാണ് മെഷീൻ ലാംഗ്വേജ്. നെക്സ്റ്റ്, മെമ്മറി സ്റ്റോറേജിനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് മാഗ്നറ്റിക് ഡ്രംസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഹാർഡ് ഡിസ്ക്, SSD അങ്ങനത്തെ പല ഉപാധികളുമുണ്ട്. പക്ഷേ ഈ 1-ാം തലമുറ കമ്പ്യൂട്ടറുകളിൽ സ്റ്റോറേജിനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് മാഗ്നറ്റിക് ഡ്രംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ ഒരു കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറുകളുടെ വേഗത നിർണ്ണയിക്കുന്നത് മില്ലി സെക്കൻഡിലാണ്. അപ്പോൾ നമ്മുടെ 1-ാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ഈ വേഗത, അതായത് സ്പീഡ് നിർണ്ണയിച്ചിരുന്നത് മില്ലി സെക്കൻഡിലാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, യൂണിവാക്ക്, ഏനിയാക്ക് എന്നിവ കണ്ടുപിടിച്ചത് ജെ പ്രസ്പർ ഇക്കോട്ടും അതുപോലെ തന്നെ ജോൺ വി മോഷ്ലിയാണ്. അപ്പോൾ നമ്മുടെ യൂണിവാക്ക് അതുപോലെ തന്നെ ഏനിയാക്ക് എന്നിവ കണ്ടുപിടിച്ചത് ജെ പ്രസ്പർ ഇക്കോട്ടും അതുപോലെ തന്നെ ജോൺ വി മോഷ്ലി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നെക്സ്റ്റ്, ലോകത്തിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറാണ് യൂണിവാക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ് യൂണിവാക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. യൂണിവാക്ക് മീൻസ് UNIVAC, അതായത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയും.
അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറാണ് യൂണിവാക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിവാക് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ്. നെക്സ്റ്റ് എഡ്സാക്ക്, എഡ്വാക്ക് തുടങ്ങിയവയും ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളാണ്. അപ്പോൾ നമ്മുടെ എഡ്സാക്ക് അതുപോലെ തന്നെ എഡ്വാക്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടറുകളും ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം എന്ന ആശയത്തിന് തുടക്കം കുറിച്ച തലമുറയാണ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ. അപ്പോൾ സ്റ്റോർഡ് പ്രോഗ്രാം എന്ന ഒരു ആശയത്തിന് തുടക്കം കുറിച്ച തലമുറയാണ് ഈ പറഞ്ഞ പോലെ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഇൻപുട്ടിനായി ഉപയോഗിച്ചിരുന്നത് പഞ്ച്ഡ് കാർഡും പേപ്പർ ടേപ്പുമാണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഇൻപുട്ടിനായി ഉപയോഗിച്ചിരുന്നതാണ് പഞ്ച്ഡ് കാർഡ്സും അതുപോലെ തന്നെ പേപ്പർ ടേപ്പും. അപ്പോൾ 2 ഫാക്റ്റ് നോക്കി വയ്ക്കുക. പഞ്ച്ഡ് കാർഡും പേപ്പർ ടേപ്പും നമ്മുടെ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഇൻപുട്ടിനായിട്ട് ഉപയോഗിച്ചിരുന്നു. നെക്സ്റ്റ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഔട്ട്പുട്ടിനായി ഉപയോഗിച്ചിരുന്നതാണ് പ്രിൻ്റ് ഔട്ടുകൾ. അപ്പോൾ ഈ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഇൻപുട്ടിനായിട്ട് പഞ്ച്ഡ് കാർഡ്സും പേപ്പർ ടേപ്പും ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഔട്ട്പുട്ടിനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് പ്രിൻ്റ് ഔട്ടുകൾ. നെക്സ്റ്റ് ഈ ഒന്നാം തലമുറയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുണ്ടെങ്കിൽ ENIAC ആണ്. അതായത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒന്നാം തലമുറയിൽ ഉൾപ്പെട്ട ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC. അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ്. നെക്സ്റ്റ് ആദ്യ തലമുറ കമ്പ്യൂട്ടറുകൾ വളരെ വലിപ്പമുള്ളതായിരുന്നു. അത് നോർമൽ ഫാക്റ്റാണ്. ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് കണ്ടറിയാം ഏറ്റവും ചെറുതാണ്. മിനി സൈസിലെ കമ്പ്യൂട്ടർ ഒരുപാടുണ്ട്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ അതായത് എഡ്വാക് നിർമ്മിച്ചത് വോൺ ന്യൂമാൻ ആണ്. അപ്പോൾ എന്താണ് വോൺ ന്യൂമാൻ എന്നൊരു വ്യക്തിയാണ് എഡ്വാക് അതായത് ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ നിർമ്മിച്ച വ്യക്തി. നെക്സ്റ്റ് എഡ്വാക്കിൽ ഡാറ്റയും പ്രോഗ്രാമും ശേഖരിച്ച് വയ്ക്കാനുള്ള മെമ്മറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വോൺ ന്യൂമാൻ കണ്ടുപിടിച്ചിട്ടുള്ള എഡ്വാക്കിൽ ഡാറ്റയും പ്രോഗ്രാമും ശേഖരിച്ച് വയ്ക്കാനുള്ള സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ചരിത്രത്തിലെ തന്നെ വ്യാവസായിക വിജയമായി മാറിയ കമ്പ്യൂട്ടറാണ് യൂണിവാക് അതായത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ ചരിത്രത്തിൽ തന്നെ വ്യാവസായികമായിട്ടുള്ള ഒരു വിജയമായി മാറിയ കമ്പ്യൂട്ടറാണ് യൂണിവാക് അതായത് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. ഇനി പറയാനുള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ലിമിറ്റേഷൻസ് ആണ്, അതായത് പരിമിതികൾ. അപ്പോൾ ആദ്യത്തെ പരിമിതി എന്താണെന്നുണ്ടെങ്കിൽ വലിയ മുറികളിൽ ക്രമീകരിക്കേണ്ടതായിട്ടുള്ള വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ലാർജായിരുന്നു ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യം നോക്കി നിങ്ങൾക്കറിയാം, നമുക്കൊരു ഡെസ്ക്ടോപ്പ് PC ഒരു ഡെസ്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ചെറിയൊരു മുറിയിൽ തന്നെ വയ്ക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്സ് ഉണ്ട് ഒരുപാട്, അല്ലെങ്കിൽ iPad എന്താ പറയുക ടാബ്ലറ്റ്സ് ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒന്നാം തലമുറ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മുറിയിൽ അത്രയും വലിയ മുറിയിൽ ക്രമീകരിക്കേണ്ടതായിട്ടുള്ള അത്രയും ലാർജായിട്ടുള്ള എന്താ പറയുക കമ്പ്യൂട്ടറുകളായിരുന്നു ഒന്നാം തലമുറ വിലപ്പെടുന്നത്. അപ്പോൾ അടുത്തൊരു ഫാക്റ്റ് ഉയർന്ന താപം പുറത്തുവിടുന്നതിനാൽ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ശരിയായ പ്രവർത്തനത്തിന് എയർ കണ്ടീഷൻ ആവശ്യമായിരുന്നു. അപ്പോൾ അത്രയും ഹീറ്റാവുന്ന കമ്പ്യൂട്ടറുകളായിരുന്നതിനാൽ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറുകളുടെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ടി എയർ കണ്ടീഷൻ ആവശ്യമായി വന്നു. നെക്സ്റ്റ് വൈദ്യുതി ഉപയോഗം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഒന്നാം തലമുറയിൽപ്പെട്ട കമ്പ്യൂട്ടറുകൾക്ക് വൈദ്യുതി ഉപയോഗം വളരെ കൂടുതലായിരുന്നു. നെക്സ്റ്റ് വാക്യൂം ട്യൂബുകളിൽ ഫിലമെൻറ്റുകൾ ഉണ്ടായിരുന്നതിനാൽ അവയുടെ ആയുർദൈർഘ്യം കുറവായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ വാക്യൂം ട്യൂബ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വാക്യൂം ട്യൂബുകളിൽ ഫിലമെൻറ്റുകൾ ഉണ്ടായിരുന്നതിനാൽ അവയുടെ ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു. നെക്സ്റ്റ് വാക്യൂം ട്യൂബുകളുടെ ആയുർദൈർഘ്യം കുറവായതിനാൽ പെട്ടെന്ന് പ്രവർത്തനം നിലയ്ക്കുകയും സ്ഥിരമായി അറ്റകുറ്റപ്പണികളും വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ പരിമിതികൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം.
അപ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ വലിപ്പം വളരെ ക്രമാതീതമായി വലിയ സൈസുകളായിരുന്നതിനാൽ വലിയ മുറികളിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നത്തെ ഒരു ഫാക്റ്റ്, ഉയർന്ന താപം പുറത്തുവിടുന്നതിനാൽ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ ശരിയായ പ്രവർത്തനത്തിന് എയർ കണ്ടീഷൻ ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ഉപയോഗം വളരെ കൂടുതലായിരുന്നു. പിന്നെ നമ്മുടെ വാക്വം ട്യൂബുകളിൽ ഫിലമെൻറ്റുകൾ ഉണ്ടായിരുന്നതിനാൽ അവയുടെ ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള അറ്റകുറ്റപ്പണികളും ഇത്തരം കമ്പ്യൂട്ടറുകൾക്ക് ആവശ്യമായി വന്നു. അപ്പോൾ ഇത്രയുമാണ് ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളെ കുറിച്ച് പഠിക്കാനുള്ള നോർമൽ ഫാക്റ്റുകളും അവയുടെ പരിമിതികളും. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾ. അവയുടെ കാലദൈർഘ്യം എന്ന് പറയുന്നത് 1956 മുതൽ 1963 വരെയാണ്. അപ്പോൾ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ പ്രധാനമായും ഉപയോഗിച്ചത് ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഒന്നാം തലമുറയിൽ നമ്മൾ പഠിച്ചു നമ്മുടെ വാക്വം ട്യൂബുകളാണ്. ഇപ്പോൾ രണ്ടാം തലമുറയിൽ ഒരു പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ട്രാൻസിസ്റ്ററാണ്. ഇനി കമ്പ്യൂട്ടർ പരിണാമത്തിന് കാരണമായ കണ്ടുപിടുത്തമാണ് ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ പരിണാമത്തിന് കാരണമായിട്ടൊരു കണ്ടുപിടുത്തമാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്ന ഒരു ഉപകരണമാണ് ട്രാൻസിസ്റ്റർ. ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നറിയപ്പെടുന്ന ഒരു സംഗതിയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അസംബ്ലി ലാംഗ്വേജ് ഒരു ലോ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ലോ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ്, 1947 ബെൽ ലബോറട്ടറിയിൽ വെച്ച് ട്രാൻസിസ്റ്റർ നിർമ്മിച്ച വ്യക്തികളാണ് ജോൺ ബർഡീൻ, വാൾട്ടർ ബ്രട്ടൈൻ, വില്യം ഷോക്ലി എന്നിവർ. അപ്പോൾ 1947 ബെൽ ലബോറട്ടറിയിൽ വെച്ചിട്ട് ട്രാൻസിസ്റ്റർ നിർമ്മിച്ച വ്യക്തികളാണ് 3 പേര്: ജോൺ ബർഡീൻ, വാൾട്ടർ ബ്രട്ടൈൻ, വില്യം ഷോക്ലി എന്നിവർ. നെക്സ്റ്റ്, ഈ നമ്മുടെ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ച ഭാഷയാണ് അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ നമ്മളിതിനെപ്പറ്റി ഒരു ഫാക്റ്റ് കുറച്ച് മുൻപേ പഠിച്ചു. അസംബ്ലി ലാംഗ്വേജ് ഒരു ലോ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നു. അപ്പോൾ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച ഭാഷയാണ് അസംബ്ലി ലാംഗ്വേജ്. നെക്സ്റ്റ്, പ്രോഗ്രാമിംഗ് ഭാഷ എന്ന ആശയം കൊണ്ടുവന്നത് രണ്ടാം തലമുറ കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ഭാഷ എന്നൊരാശയം കൊണ്ടുവന്നത് രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, രണ്ടാം തലമുറ പ്രൈമറി മെമ്മറിയായിട്ട് മാഗ്നറ്റിക് കോർ മെമ്മറിയും സെക്കൻഡറി മെമ്മറിയായിട്ട് മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറിയും യഥാക്രമം ഉപയോഗിച്ചു വന്നു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. രണ്ടാം തലമുറ പ്രൈമറി മെമ്മറിയായിട്ട് മാഗ്നറ്റിക് കോർ മെമ്മറിയും സെക്കൻഡറി മെമ്മറിയായിട്ട് മാഗ്നറ്റിക് ഡിസ്ക് മെമ്മറിയും യഥാക്രമം ഉപയോഗിച്ചു. അടുത്ത ഫാക്റ്റ്, രണ്ടാം തലമുറ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകളാണ് 2 ഫോർട്രാനും അതുപോലെ തന്നെ കൊബോളും. അപ്പോൾ രണ്ടാം തലമുറ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിൽ നിലവിൽ വന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഫോർട്രാനും കൊബോളും. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു ഫാക്റ്റാണ്, കൊളോസസ് എന്ന പേരിൽ ജർമ്മൻ ഭാഷയിലെ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാൻ രഹസ്യ കോഡ് ബ്രേക്കിംഗ് കമ്പ്യൂട്ടർ നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോമി ഫ്ലവേഴ്സ് ആണ് 1941. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കൊളോസസ് എന്ന പേരിൽ ജർമ്മൻ ഭാഷയിലെ സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാനായിട്ട് രഹസ്യ കോഡ് ബ്രേക്കിംഗ് കമ്പ്യൂട്ടർ നിർമ്മിച്ച വ്യക്തിയാണ് ടോമി ഫ്ലവേഴ്സ്. ഇദ്ദേഹം ഇത്തരമൊരു കമ്പ്യൂട്ടർ നിർമ്മിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1941. നെക്സ്റ്റ്, ടോമി ഫ്ലവേഴ്സ് വാക്വം ട്യൂബ് ഉപയോഗിച്ചാണ് ഈ യന്ത്രം നിർമ്മിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞുള്ള കൊളോസസ് എന്ന പേരിലുള്ളൊരു കോഡ് ബ്രേക്കിംഗ് കമ്പ്യൂട്ടർ ടോമി ഫ്ലവേഴ്സ് വാക്വം ട്യൂബ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ഫാക്റ്റ്, രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ് IBM 1620, IBM 1401, IBM 7094, CDC 1604, CDC 3600, മാർക്ക് 3, അറ്റ്ലസ് എന്നിങ്ങനെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾസാണ് പഠിച്ചു വയ്ക്കുക. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ് IBM 1620, IBM 1401, IBM 7094, CDC 1604, CDC 3600, മാർക്ക് 3, അറ്റ്ലസ് എന്നിങ്ങനെ. നെക്സ്റ്റ് ഫാക്റ്റുകൾ, രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം.
അപ്പോൾ ഒന്നാം തലമുറ കമ്പ്യൂട്ടറിനേക്കാൾ 10 മടങ്ങിലധികം വേഗത കൂടുതലായിരുന്നു ഈ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് 10 മടങ്ങ് സ്പീഡ് കൂടുതലായിരുന്നു. നെക്സ്റ്റ്, ഇതിൻ്റെ വലിപ്പം വളരെയധികം കുറഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ വലിയ മുറികളിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളുടെ വലിപ്പം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, താപപ്രസരണവും വൈദ്യുതി ഉപയോഗവും വളരെയധികം കുറഞ്ഞു. അപ്പോൾ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഈ താപപ്രസരണവും, അതായത് ചൂടാവലും വൈദ്യുതി ഉപയോഗവും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, പ്രോഗ്രാം ചെയ്യാനും ഉപയോഗിക്കാനും എളുപ്പമായതിനാൽ വാണിജ്യ ഉപയോഗങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായി. അപ്പോൾ പ്രോഗ്രാം ചെയ്യാനും നോർമൽ യൂസിനൊക്കെ എളുപ്പമായതിനാൽ ഈ പറഞ്ഞ പോലെ വാണിജ്യ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രണ്ടാം തലമുറകൾ കമ്പ്യൂട്ടറുകൾ വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറി. പിന്നത്തെ ഒരു ഫാക്റ്റ്, ഇവയുടെ നിർമ്മാണം ചെലവേറിയതും ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. അപ്പോൾ ഇത്രയും പ്രത്യേകതകൾ നമ്മൾ രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളെ കുറിച്ച് പറഞ്ഞാലും ഇവിടെ നിർമ്മാണം ചെലവേറിയതും നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു എന്നൊരു ഫാക്റ്റ് കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളെ കുറിച്ച്. അപ്പോൾ മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1964 മുതൽ 1971 വരെയാണ്. അപ്പോൾ ആദ്യത്തെ ഫാക്റ്റ്, മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ രൂപത്തിൽ ചെറുതാകാൻ കാരണമായ ഘടകമാണ് IC ചിപ്പ്. അപ്പോൾ നമ്മുടെ മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ രൂപത്തിൽ ചെറുതാകാൻ കാരണമായ ഘടകമാണ് IC ചിപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ IC ചിപ്പിൻ്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ രൂപത്തിൽ ചെറുതാകാൻ കാരണമായ ഘടകമാണ് IC ചിപ്പ്. അതിൻ്റെ പൂർണ്ണ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, അനേകം ട്രാൻസിസ്റ്ററുകൾ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച സിലിക്കൺ ചിപ്പാണ് IC ചിപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ IC ചിപ്പ് എന്ന് പറയുന്നത് അനേകം ട്രാൻസിസ്റ്ററുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സിലിക്കൺ ചിപ്പാണ്. നെക്സ്റ്റ്, IC ചിപ്പ് നിർമ്മിച്ച ടെക്സാസ് ഇൻസ്ട്രുമെൻ്റ് കമ്പനിയിലെ എഞ്ചിനീയറാണ് ജാക്ക് കിൽബി. അപ്പോൾ നമ്മുടെ ഈ IC ചിപ്പ് നിർമ്മിച്ച ടെക്സാസ് ഇൻസ്ട്രുമെൻ്റ് കമ്പനിയിലെ എഞ്ചിനീയറുടെ പേരാണ് ജാക്ക് കിൽബി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ മാഗ്നറ്റിക് കോർ മെമ്മറിക്ക് പകരം ഉപയോഗിച്ചിരുന്നതാണ് സോളിഡ് സ്റ്റേറ്റ് മെമ്മറി. അപ്പോൾ നമ്മുടെ മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ മാഗ്നറ്റിക് കോർ മെമ്മറിക്ക് പകരം ഉപയോഗിച്ചിരുന്ന ഒരു ഉപാധിയാണ് സോളിഡ് സ്റ്റേറ്റ് മെമ്മറി എന്നറിയപ്പെടുന്നത്. അപ്പം നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ അതുപോലെ തന്നെ മെച്ചപ്പെട്ട സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണങ്ങൾ, കീബോർഡ്, മോണിറ്റർ എന്നിവ മൂന്നാം തലമുറയിൽ ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ അതുപോലെ തന്നെ മെച്ചപ്പെട്ട സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണങ്ങൾ, പിന്നെ കീബോർഡ്, മോണിറ്റർ എന്നിവ മൂന്നാം തലമുറയിൽ ഉപയോഗിക്കപ്പെട്ടു. നെക്സ്റ്റ്, ഗണിതക്രിയകൾ മൈക്രോ സെക്കൻഡിലും നാനോ സെക്കൻഡിലും ഈ തലമുറയിൽ പൂർത്തിയാക്കിയിരുന്നു. അപ്പോൾ മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഈ ഗണിതക്രിയകൾ അല്ലെങ്കിൽ കാൽക്കുലേഷൻസൊക്കെ മൈക്രോ സെക്കൻഡിലും നാനോ സെക്കൻഡിലും ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. നെക്സ്റ്റ്, മൂന്നാം തലമുറ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഹൈ ലെവൽ ലാംഗ്വേജാണ് ബേസിക് എന്ന്. അപ്പോൾ മൂന്നാം തലമുറ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഹൈ ലെവൽ സിസ്റ്റം ലാംഗ്വേജാണ് ബേസിക് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ ബേസിക് എന്ന് പറയുന്നത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അതായത് മൂന്നാം തലമുറ കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഹൈ ലെവൽ ലാംഗ്വേജാണിത് ബേസിക്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, മൂന്നാം തലമുറയിൽ ഉപയോഗിച്ച കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ് IBM 360, IBM 370. അപ്പോൾ നമ്മുടെ മൂന്നാം തലമുറയിൽ ഉപയോഗിച്ച കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ് IBM 360, IBM 370. ഇനി നമുക്ക് നോക്കാനുള്ളത് മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രത്യേകതകളാണ്. ഫസ്റ്റ് പ്രത്യേകത, ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കണ്ടുപിടുത്തം ഒന്നിൽ കൂടുതൽ ഉപയോക്താക്കൾക്ക് ഒരേ സമയം ഇവ ഉപയോഗിക്കാൻ സഹായിച്ചു. അതായത് ഈ മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളെ സംബന്ധിച്ചിട്ട് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കണ്ടുപിടുത്തം ഒന്നിൽ കൂടുതൽ ഉപയോക്താക്കൾക്ക് ഒരേ സമയം ഇവ ഉപയോഗിക്കാൻ സഹായിച്ചു. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളേക്കാൾ വളരെയധികം ശക്തിയേറിയതായിരുന്നു മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ. നെക്സ്റ്റ്, 1 മില്യൺ നിർദ്ദേശങ്ങൾ ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് 1 മില്യൺ നിർദ്ദേശങ്ങൾ ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. നെക്സ്റ്റ്, കൂടുതൽ വിശ്വാസയോഗ്യവും
ഹാർഡ്വെയർ തകരാറുകൾ കുറഞ്ഞതുമായിരുന്നു ഈ പറഞ്ഞ പോലത്തെ മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ. പിന്നെ വൈദ്യുതി ഉപയോഗവും താപപ്രസരണവും നന്നേ കുറവായിരുന്നു. അത് നമുക്കറിയാം. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ അങ്ങനെ വരുംതോറും ഈ പറഞ്ഞ പോലെ വൈദ്യുതി ഉപയോഗവും അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂസും താരതമ്യേന കുറഞ്ഞു വരും. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, വേഗവും ശേഷിയും കൂടുതലായ സ്റ്റോറേജ് സാങ്കേതിക വിദ്യകളുണ്ടായി. അപ്പോൾ നമ്മുടെ ഈ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലാണ് വേഗവും ശേഷിയും കൂടുതലായ സ്റ്റോറേജ് സാങ്കേതിക വിദ്യകൾ ഉണ്ടായത്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, ശാസ്ത്രമേഖലയിലും വാണിജ്യ മേഖലയിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നവയായിരുന്നു തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടറുകൾ. അത് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പഠിച്ചു തീർത്തത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ തലമുറകളെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാം തലമുറ, രണ്ടാം തലമുറ, മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി ബാലൻസ് ഉള്ളതും നാലാം തലമുറയും അഞ്ചാം തലമുറയുമാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.